ആരുണ്ട്? ഇതൊന്നും വേണ്ട എന്നല്ലേ പ്രിയപ്പെട്ടവരെ? ഈ ദഅവത്ത് വേണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? അവിടെയാണ് വിസ്ഡം റൂട്ട്സ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന വിസ്ഡം റൂട്ട്സ്. കേരളത്തിലെ 1,17,00,000 വീടുകളിലേക്ക് ഇസ്ലാമിന്റെ ഈ മഹാസന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നൊരു മഹാദൗത്യവുമായി വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായ ഒരു പദ്ധതിയാണ് വിസ്ഡം റൂട്ട്സ് എന്നുള്ളത്. ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടും ശ്രീകണ്ഠാപുരവും പ്രദേശത്തുമുള്ള നൂറുകണക്കിന് വീടുകളിലേക്ക് മുജാഹിദുകൾ കയറിയിറങ്ങി നല്ല നല്ല പ്രതികരണങ്ങൾ, നല്ല നല്ല സ്വാന്തനത്തിന്റെ, സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ വാക്കുകൾ കിട്ടാൻ സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അറിയില്ലായിരുന്നു നമുക്ക് ഇതാണ് ഇസ്ലാം എന്ന് നമ്മൾ അറിഞ്ഞില്ലായിരുന്നു, ഇതാണ് ദീനെന്ന് നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. മുജാഹിദുകളെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, അറിയില്ല, എത്തിച്ചു കൊടുക്കാൻ ആരുമില്ല, അവർ ഒരിക്കലും നമ്മിലേക്ക് വരില്ല. ഉണ്ട് പ്രിയപ്പെട്ടവരെ, മലകൾക്കപ്പുറത്ത്, കുന്നുകൾക്കപ്പുറത്ത് ചെറ്റക്കുടിലേക്ക് ചെറ്റക്കുടിലിൽ കഴിയുന്ന ഒരുപാട് സമൂഹമുണ്ട്. അവർ ഒരിക്കലും നമ്മിലേക്ക് വരില്ല, മറിച്ച് നമ്മൾ അവരിലേക്ക് കടന്നു ചെല്ലുകയാണ്. 10 വയസ്സുള്ള വിദ്യാർത്ഥി മുതൽ 60, 70, 80 വയസ്സുള്ള പടുവൃദ്ധന്മാർ പോലും ബാഗുകളും കിറ്റുകളും സീഡുകളും ബുക്കുകളുമായി നട്ടപ്പൊരിയുന്ന വെയിലത്ത് മലകൾ താണ്ടി, കുന്നുകൾ താണ്ടി, ഓരോ വീടിന്റെ കോളിംഗ് ബെല്ലടിച്ച് ഇസ്ലാമിക മര്യാദയോടുകൂടി വീടിന്റെ വലതുഭാഗത്തു നിന്ന് ആ വീടിന്റെ കിണറിന്റെ ആഴം നോക്കാനില്ല, വീട്ടിന്റെ മുറ്റത്തുള്ള ആ ലവ് ബേർഡ്സിനെ തത്തിക്കളിപ്പിക്കാതെ ഇസ്ലാമിക മര്യാദയോടുകൂടി വീടിന്റെ വലതുഭാഗത്ത് നിന്ന് ഡോറും തുറന്നു വരുന്ന അച്ഛന്, അമ്മയെ, ഉമ്മയ്ക്ക്, ഉപ്പയ്ക്ക് ഇസ്ലാമിന്റെ ദീനിന്റെ മഹത്തായ സന്ദേശം പിടിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയൊരു പദ്ധതി മുജാഹിദ് പ്രസ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട്. എന്തിനാ പ്രിയപ്പെട്ടവരെ, എന്തിനാ ഇതൊക്കെ? നാളെ എനിക്കൊരു ജീവിതം, ഈ ജീവിതം ശാശ്വതമല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു മണ്ണോട് മണ്ണ് ചേരേണ്ടവരാണ്. ഏത് നിമിഷവും നമ്മൾ മരിക്കുമല്ലേ? ഏത് നിമിഷവും മരിക്കില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ ആ 6 അടി മണ്ണിലേക്ക്, ഖബറിലേക്ക് പോകാനുള്ളതാണ്. 3 കാര്യം നമ്മുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ 3 കാര്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മെ പിന്തുടരുക. ഒന്നവന്റെ അഹല്, ഒന്നവന്റെ മാല്, ഒന്നവന്റെ കുടുംബക്കാര്. എന്നിട്ടോ 2 എണ്ണം തിരിച്ചു വരും. അവന്റെ കുടുംബക്കാരും അവന്റെ മാല്, അവന്റെ സമ്പാദ്യവും തിരിച്ചു വരും. നമുക്ക് കൂട്ടിനുള്ളത് 6 അടി മണ്ണിൽ നമുക്ക് കൂട്ടിനുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ അമൽ സ്വാലിഹാത്ത് മാത്രമാണ്. മുജാഹിദുകളെ, നമുക്ക് പോലും ഇല്ലാതായി പോയ നമ്മുടെ അമൽ സ്വാലിഹാത്ത് മാത്രമാണ് 6 അടി മണ്ണിൽ നമുക്ക് കൂട്ടിനുള്ളത്. പഠിച്ചോ. എന്നിട്ടൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടല്ലേ? നാളെ പരലോകത്തേക്ക് ഒരു ഉയർത്തെഴുന്നേൽ കിതാബ് നമ്മുടെ കൈകളിലേക്ക് ഗ്രന്ഥം നൽകപ്പെടും. അള്ളാഹു ഗ്രന്ഥം നൽകപ്പെട്ടിട്ട് വായിക്കാൻ പറയുമ്പോ എന്തുണ്ട് പ്രിയപ്പെട്ടവരെ? ആ ഗ്രന്ഥങ്ങളിൽ വായിക്കപ്പെടാൻ നമ്മുടെ കൈകളിൽ എന്തുണ്ട്? എപ്പോഴെങ്കിലും നിസ്കരിച്ച നമസ്കാരത്തിന്റെ കണക്ക് പറഞ്ഞ്, റമദാനിലെ കൊല്ലത്തിൽ വരുന്ന വിശുദ്ധ റമദാനിലെ നോമ്പെടുത്ത പട്ടിണിയുടെ കണക്ക് പറഞ്ഞ്, എപ്പോഴെങ്കിലും സ്വതക്കകളും ദാനധർമ്മങ്ങളും ചെയ്തതിന്റെ കണക്ക് പറഞ്ഞ് നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് ചെന്ന് നിൽക്കാമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല പ്രിയപ്പെട്ടവരെ, ഇല്ല. സഹാബികളും പ്രവാചകന്മാരും ആഗ്രഹിച്ച അതേ സ്വർഗമാണല്ലോ നമ്മളും ആഗ്രഹിക്കുന്നത്. കരുകരുത്ത ബിലാലിന്റെ നെഞ്ചകത്ത് കരിമ്പാറക്കല്ല് കയറ്റി വെച്ചിട്ട് ലാത്തിയെ വിളിക്കടാ, ഉസ്സിയെ വിളിക്കടാ എന്ന് പറഞ്ഞപ്പോ, ഇല്ല, ഞാൻ അല്ലാഹു എന്നല്ലാതെ വേറൊരു മഖ്ലൂക്കിനെയും വിളിച്ച് പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞ ബിലാലിനെ ആ ചുട്ടുപൊള്ളുന്ന മണൽത്താരിയുടെ വലിച്ചിഴച്ച് ബിലാലിന്റെ ശരീരത്തിലെ തൊലിയുരിന് മാംസത്തിലേക്ക് ആ ചുട്ടുപൊള്ളുന്ന മണൽത്താരികൾ കുത്തിക്കയറുമ്പോൾ ദാഹിച്ചു വലന്ന ബിലാൽ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോൾ കാർക്കിച്ചു ഉമയ്യത്തിന്റെ കിങ്കരന്മാർ കാർക്കിച്ച് മുഖത്തേക്ക് തുപ്പിയ ആ തുപ്പുലെ നാവ് കൊണ്ട് നക്കിത്തുടച്ച് ദാഹം മാറ്റിയ ബിലാലിന് പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരുപാട് വേദനകളുടെ, ത്യാഗങ്ങളുടെ ചരിത്രങ്ങൾ ബിലാലിന് പറയാനുണ്ട്. തന്റെ ഗുഹ്യസ്ഥാനത്തേക്ക് അമ്പ് കയറ്റിയ സുമയ്യക്ക് പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ. യാസറിനും ഹബ്ബാബിനും ഹുബൈബിനും അമ്മാറിനും പറയാനുണ്ട്. അലിക്കും അതുപോലെ തന്നെ ഉമറിനും അബൂബക്കർ സിദ്ദീഖിനും പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരുപാട് ത്യാഗങ്ങളുടെ, നൊമ്പരങ്ങളുടെ, പ്രയാസങ്ങളുടെ ഒരുപാട് കഥകൾ ആ സ്വഹാബികൾക്കും പ്രവാചകന്മാർക്കും നാളെ റബ്ബിന്റെ കോടതിയിൽ ബോധിപ്പിക്കാനുണ്ട്. എന്തുണ്ട് പ്രിയപ്പെട്ടവരെ, സഹോദരിമാരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്തുണ്ട് നാളെ റബ്ബിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ നമ്മുടെ കൈകളിൽ എന്തുണ്ട്? എന്നും അനുഗ്രഹമായിരുന്നു. ഒരു ചെറിയ പരീക്ഷണം പോലും താങ്ങാൻ നമുക്ക് സാധ്യമല്ല. ഒരു ചെറിയ പരീക്ഷണം വന്നാൽ പോലും റബ്ബിനെ തന്നെ ചീത്ത പറയുന്ന നമ്മളാണ് പ്രിയപ്പെട്ടവരെ. നാളെ നമ്മളാണ് യഥാർത്ഥ ദീനിന്റെ വക്താക്കളായി നടക്കുന്നത്. നെരിയാണിയുടെ മേൽ ഡ്രസ്സ് കയറ്റിയുടക്കാൻ പറഞ്ഞാൽ ലജ്ജയല്ലേ, നാണമല്ലേ? കൂട്ടുകാരുടെ മുന്നിൽ നെരിയാണിയുടെ മേൽ ഡ്രസ്സ് ധരിക്കാൻ പറഞ്ഞാൽ നമുക്ക് നാണമാണല്ലേ? അല്ലേ? താടി വെക്കാൻ പറഞ്ഞാൽ നമുക്ക് പറ്റില്ല അല്ലേ?
പ്രവാചകന്റെ സുന്നത്താണ് താടി. പ്രിയപ്പെട്ടവരെ, ആ താടി വെക്കാൻ പോലും പ്രാപ്തമാകാതെ നമ്മൾ എങ്ങനെ ദീനിന്റെ വക്താക്കളാകും? നാളെ പരലോകത്ത് ആരും സഹായിക്കില്ല പ്രിയപ്പെട്ടവരെ. ഇല്ല, ബാപ്പയില്ലാതെ, ഉമ്മയില്ലാതെ, മക്കളില്ലാതെ, ഭാര്യമാരില്ലാതെ തന്റെ തോളോട് തോള് ചേർത്ത് പിടിച്ച് തന്റെ സന്തോഷത്തിലും ദുഃഖങ്ങളിലും തന്നോടൊപ്പം ഉണ്ടായ നമ്മുടെ രഹസ്യങ്ങൾ പോലും പങ്കുവെച്ച നമ്മുടെ കൂട്ടുകാരില്ലാത്തൊരു ദിവസം നമുക്ക് വരാനുണ്ട് പ്രിയപ്പെട്ടവരെ. അന്നൊരു ബാപ്പ മകനോട് പറയും, മകൻ ബാപ്പയോട് പറയും, ബാപ്പ, ഒരുപാട് അമലുകൾ ബാപ്പാക്കുണ്ടല്ലോ, ദുനിയാവിൽ നിങ്ങൾ എനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. കാർ വേണമെന്ന് പറഞ്ഞപ്പോ കാർ വാങ്ങി തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ബൈക്ക് വേണമെന്ന് പറഞ്ഞപ്പോ ബൈക്ക് വാങ്ങി തന്നിട്ടുണ്ട്. നിങ്ങൾ മാസത്തിലേക്ക് പോക്കറ്റ് മണികൾ അയച്ചു തരാറുണ്ട് ബാപ്പ. ദുനിയാവിൽ നിങ്ങൾ ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ബാപ്പ. ഇതാ ഈ മഹ്ശറയിൽ ഒരമലിന്റെ കുറവ് കൊണ്ട് ഞാൻ നരകത്തിലേക്ക് പതിക്കുകയാണെന്ന് പറയുമ്പോ എന്റെ ബാപ്പയുടെ അമലുകളുടെ കൂട്ടത്തിൽ നിന്ന് എനിക്കൊരമല് തന്നാൽ, ബാപ്പയുടെ അമലുകളുടെ കൂട്ടത്തിൽ നിന്ന് എനിക്കൊരമല് തന്നാൽ ബാപ്പോട്ട് നരകത്തിൽ പോവുകയുമില്ല. എനിക്ക് ബാപ്പയോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് പറയുമ്പോ ബാപ്പ ആട്ടിപ്പായിക്കുകയാണ്, മോനെ ഇല്ല, ഇത് പരലോകമാണ് മോനെ, ഇവിടെ അമല് കൊടുക്കില്ല എന്ന് പറഞ്ഞ തന്നെ പോറ്റി വളർത്തിയ ആളാക്കി വിധത്തിൽ സൃഷ്ടിച്ച, തനിക്കൊരു പനി വന്നപ്പോൾ തന്റെ ചുറ്റുമിരുന്ന, തന്റെ വേദനയിൽ ദുഃഖിച്ച ബാപ്പ നാളെ നമുക്കെതിരെ ഇത്രയുന്ന ഒരു ദിവസം വരാനുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ദിവസത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരെ എന്തൊരുക്കി വെച്ചു നമ്മൾ എന്തൊരുക്കി വെച്ചു. അതുകൊണ്ട് എന്തെങ്കിലും ഒന്നൊരുക്കി വെക്കാനുണ്ട്. അതേ റബ്ബേ, നിന്റെ ദീനിന് വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ ഞാൻ സഹിച്ചിട്ടുണ്ട്.